ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നിറ്റിങ്ങിൻ്റെ ഒരു സ്റ്റിച്ചാണ് കേട്ടോ. ഇത് ബിഗിനേഴ്സിനുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നിറ്റിങ്ങിൻ്റെ സ്റ്റിച്ചല്ല. ഞാൻ ആദ്യമായിട്ട് ഇത് പഠിക്കുന്നത്. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ നോക്കി പഠിച്ചേക്കുന്നത്. സോ അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പം ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇന്ന് പഠിച്ചിട്ട് ചെയ്തേക്കുന്നത്. ഇച്ചിരി പ്രാക്ടീസ് വേണം കേട്ടോ. ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യുമ്പോഴേ ഇങ്ങനെ വരുള്ളൂ. ആദ്യം ഇത് ഇടയ്ക്കത്തെ ഇതൊക്കെ മിസ്റ്റേക്കായിട്ടൊക്കെ ഇതൊക്കെ കുറച്ച് തെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, രണ്ട് സൈഡും കുറച്ച് ലെങ്ത് കൂടി വന്നു, പിന്നെ അത് കുറഞ്ഞു. ഇതിൻ്റെ ഒരു നല്ല കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ക്രോഷ്യ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഭയങ്കര അൺഈവനായിട്ടും അൺഫിനിഷ് ആയിട്ടൊക്കെ കിട്ടാനായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റിച്ച് ഞാൻ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത്. അല്ലെങ്കിൽ ഇതല്ലേ നല്ല ഈവനായിട്ട് ഇത് നമുക്ക് കിട്ടും. പിന്നെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മുടെ ക്രോഷ്യയെക്കാളും കുറച്ചും കൂടി ടൈം കൺസ്യൂംഡ് ആയിട്ടുള്ളൊരു ഇതാണ് നിറ്റിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഇതുപോലത്തെ ഒരു നീഡിൽ. ഇത് 5 mmൻ്റെയാണ്. പിന്നെ ഒരു യാണ്. അപ്പം ക്രോഷ്യ ചെയ്യുന്നവരുടെ കയ്യിലെല്ലാം യാണുണ്ടാവും. പിന്നെ ഇത് മാത്രമേ, ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം നിങ്ങളും നോക്കിയാൽ മതിയോ, ആമസോണിൽ ഇത് കിട്ടും. അപ്പം നമ്മൾ ആദ്യം ക്രോഷ്യ ചെയ്യുന്ന പോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളിതുപോലൊരു ഇതുപോലൊരു ഇത് ഫോം ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഒരു 2 വിരൽ ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ വെക്കുക. പിന്നെ ഇത് രണ്ടും കൂടി ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ ചൂണ്ട് വിരൽ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് ഇതിങ്ങനെ വലിച്ചാൽ മതിയോ. ഓക്കെ, അപ്പം നമ്മളുടെ സ്ലിപ്പ് സ്റ്റിച്ച് റെഡിയാണ്. അപ്പം നിങ്ങൾക്കറിയാവുന്ന ഏത് മെത്തേഡിൽ വേണം ചെയ്യാം കേട്ടോ. അപ്പം ഞാനൊരു കുറച്ച് ഈസി ആയിട്ടും ബിഗിനേഴ്സിന് കുറച്ച് എളുപ്പത്തിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നൊരു മെത്തേഡാണെന്നേ ഉള്ളൂ. അപ്പം നോക്കിയേ, നമ്മളുടെ അങ്ങനെ സ്ലിപ്പ് നോട്ട് റെഡിയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ നീഡിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇതുപോലെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ടൈറ്റാക്കിക്കോളൂ കേട്ടോ. ടൈറ്റാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ, അതായത് ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഒരു സർക്കിൾ ഫോം ചെയ്യുക. അതിനെ ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഇതൊരു സ്റ്റിച്ചാണ് കേട്ടോ. ഇത് അടുത്ത സ്റ്റിച്ച് ഇങ്ങനെ എടുക്കുക. ഇതുപോലെ ഒരു സർക്കിൾ ഫോം ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ 3 സ്റ്റിച്ചായി. ഇതുപോലെ എടുക്കുക, ഇതുപോലെ സർക്കിൾ ഫോം ചെയ്യുക. നമ്മളുടെ ഈ നീഡിൽ അങ്ങനെ നമ്മളെ ഇതുപോലെ ഇപ്പം ഞാനിതിൻ്റെ അകത്ത് 1 2 3 4 5 6 7 8 9 സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി കാണിക്കാം. ഇതുപോലൊരു ലൂപ്പ് ഉണ്ടാക്കുക. അത് നമ്മളുടെ ഈ നീഡിലിൻ്റെ ഹെഡിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ടൈറ്റൻ ചെയ്യുക. പിന്നെ നമ്മൾ ഇതിനിപ്പോൾ നമ്മൾ ത്രെഡ് ഹോൾഡ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു കംഫർട്ട് പോലെ നിങ്ങൾക്ക് ത്രെഡ് ഹോൾഡ് ചെയ്യാം. അതായത് ഈ യാൻ ഹോൾഡ് ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത നീഡിൽ, അപ്പോൾ 2 നീഡിൽ വെച്ചിട്ടുള്ള പരിപാടി കേട്ടോ ഇത്. അത് നമ്മളിനി ഇതിൻ്റെ, അതായത് ഇതുണ്ട് ഫസ്റ്റ് സ്റ്റിച്ചാണിത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു അറ്റത്ത് കൊണ്ടുവെക്കാൻ ശ്രമിക്കണം കേട്ടോ. എങ്കിലേ കുറച്ചും കൂടി എളുപ്പമാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് പാടായിട്ട് തോന്നും. ഈ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലിരിക്കുന്ന നീഡിലിൻ്റെ അടിയിൽ കൂടി എടുത്ത് ഒരു ക്രോസ് ഫോം ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ഈ വർക്കിംഗ് യാണുണ്ടല്ലോ, അതിതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ വെക്കുക. പിന്നെ നമ്മൾ സ്കൂപ്പ്, അതായത് നമ്മൾ ഐസ്ക്രീമൊക്കെ എടുക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ സ്റ്റിച്ച് അങ്ങ് വിടുവിക്കുക. അപ്പം നമ്മളുടെ സ്റ്റിച്ച് ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു നമ്മുടെ റൈറ്റ് ഹാൻഡിലിരിക്കുന്ന നീഡിൽ ലെഫ്റ്റ് ഹാൻഡിലെ അടുത്ത സ്റ്റിച്ചിൻ്റെ അകത്തൂടെ കയറ്റി നീഡിലിൻ്റെ അടിയിൽ കൂടെ എടുത്ത് ക്രോസ് ആക്കി വെച്ചതിന് ശേഷം നമ്മളുടെ വർക്കിംഗ് ആണ് ഇതിനെ സെൻട്രൽ കൂടി ഇങ്ങനെ വെക്കുക. അപ്പം നമുക്കിത് ഇങ്ങനെ ഇരിക്കും.
അതിനുശേഷം നമ്മളിങ്ങനെ എടുത്ത് അതിനെ ഇങ്ങനെ എടുത്ത് നമ്മളിതിൽ കൊണ്ടുവരും. ഈ നീഡിലിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഇപ്പുറത്തെ നീഡിലിൽ നിന്ന് അതിനെ വിടുവിക്കും. അപ്പം ഇങ്ങനെയാണ് സ്റ്റിച്ചസ് ഫോം ചെയ്ത് വരുന്നത്. അപ്പോൾ ഒന്നും കൂടെ കാണിക്കാം. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക അടിയിൽ കൂടി, അതിനുശേഷം ഇതിൻ്റെ സെൻട്രൽ കൂടി വന്ന് നമ്മളിതിനെ ഇങ്ങനെയാക്കി, കുറച്ച് പാടാട്ടോ, ആക്കി വെച്ചതിന് ശേഷം ഈ സ്റ്റിച്ച് ഇപ്പുറത്തെ നീഡിൽ നിന്ന് വിട്ടുപിടിക്കണം. അങ്ങനെ നമുക്കിത് ഇതുപോലെ കിട്ടും. ഇതുണ്ട്, ഇത് നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ഇതിങ്ങനെ കൂടിക്കൂടി വരും. അപ്പം ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നമ്മളിതുപോലെ ഇൻസേർട്ട് ചെയ്യുക ഫസ്റ്റ് സ്റ്റിച്ചിൽ, അത് ക്രോസ് അടിയിൽ കൂടി നമ്മുടെ റൈറ്റ് ഹാൻഡ്, ഇപ്പം നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് നിങ്ങൾ ഇത് ചെയ്യുന്നെങ്കിൽ ആ ഹാൻഡ് വേണം കേട്ടോ ഉപയോഗിക്കാൻ. അപ്പം ഞാൻ റൈറ്റ് ഹാൻഡാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ ഇതിൻ്റെ നടുക്കൂടെ എടുത്ത് ചെയ്തുണ്ടോ, നമ്മൾ ആ ഒരു ലൂപ്പ് പുറത്തേക്കാക്കി ഇതിൽ നിന്ന് ഈ സ്റ്റിച്ച് വിടുവിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് അത് ഇപ്പുറത്ത് വരുന്നത്. എന്നിട്ട് ഇതൊന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ഈ വർക്കിംഗ് യാൺ ഇതുപോലെ എടുത്തതിൻ്റെ സെൻറ്ററിൽ കൂടി വന്ന് നമ്മൾ ആ സ്റ്റിച്ചിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇപ്പുറത്തെ നീഡിലാക്കുക. അതിനുശേഷം ഇപ്പുറത്തെ ലെഫ്റ്റ് ഹാൻഡിലുള്ള സ്റ്റിച്ച്, ആദ്യത്തെ സ്റ്റിച്ച് വിടുവിച്ച് കൊടുക്കുക. പിന്നെയും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ഇട്ട് ക്രോസാക്കി വർക്കിംഗ് യാൺ ഇതുപോലെ എടുത്ത് നമ്മളിത് ഇതുപോലെ ആക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പുറത്തെ സ്റ്റിച്ച് വിടുവിച്ച് കൊടുക്കുക. അങ്ങനെ നിങ്ങളിങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്താൽ മതി. ഇതുണ്ടോ, അപ്പം ഞാനിതൊരു ദിവസം കൊണ്ടാണ് കേട്ടോ പഠിച്ചത്. അപ്പം നിങ്ങൾക്കും അത് പഠിക്കാം. ഞാനത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, ഇന്ന് ആദ്യമായിട്ട്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു പുതിയ ഇതിൻ്റെ അകത്ത് ചെയ്തെന്നേ. ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എപ്പോഴും നമ്മളിതിൻ്റെ ടിപ്പിൽ നമുക്ക് വേണ്ട അടുത്തൊരു ലെയർ കിട്ടി. ഇതുപോലെ തന്നെ ചെയ്താൽ മതിയാവും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലെങ്ത്തിൽ കിട്ടും. അതായത് ഒന്നും കൂടി കാണിക്കാം. ഇൻസേർട്ട് ചെയ്യുക. ഇത് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നല്ല രസം കേട്ടോ, നമുക്ക് നന്നായിട്ട് പഠിച്ച് ചെയ്യും. ഇതുണ്ട്, ഇത് ഈ അറ്റത്ത് കൊണ്ടുവെക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ബിഗിനേഴ്സിന് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ടൈറ്റാക്കി കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക ഇതുപോലെ. ശേഷം ഇങ്ങനെ കൊണ്ടുവരിക, ഇതുപോലെ എടുക്കുക, ഈ സ്റ്റിച്ച് ഇപ്പുറത്തേക്ക് വിടുവിക്കുക, ഇൻസേർട്ട് ചെയ്യുക. എളുപ്പമല്ലേ? നല്ല എളുപ്പത്തിൽ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇവിടെ എന്തോ സംഭവിച്ചു ഈ ഒരു സ്റ്റിച്ചിന്. നോക്കാം. ഓക്കെ, ഇൻസേർട്ട് ചെയ്യുക, നാട്ടിക്കൊണ്ട് വിടുവിക്കുക. ഇൻസേർട്ട് ചെയ്യുക, ഇതുപോലെ വർക്കിംഗ് യാൺ ഇതുപോലെ എടുത്ത് ഇതുപോലെ ആക്കി ഈ സ്റ്റിച്ച് ഇതിനെ വിടുവിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. ഇൻസേർട്ട് ചെയ്യുക, വർക്കിംഗ് യാണിനെ ക്രോസ് ആക്കി വെക്കുക. അതിനെ ഈ നീഡിൽ കൂടി ഇങ്ങനെ ആക്കി ഇത് ഇപ്പുറത്തെ ഇതിൽ കൊണ്ടുവരിക, ഇത് വിടുവിച്ച് കൊടുക്കുക. ഇൻസേർട്ട് ചെയ്യുക, കൊണ്ടുവരിക, ഇങ്ങനെ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളിരുന്ന് ഫുൾ എത്ര ലെങ്തിൽ നിങ്ങൾക്ക് വേണോ അത്രയും ലെങ്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എളുപ്പമല്ലേ? നല്ല എളുപ്പമാണ്. നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് വന്നോളൂ. ക്രോഷയാണോ ഇതാണോ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് ഞാനിതുവരെ നോക്കിയിട്ടില്ല. അത് നിങ്ങളാരെങ്കിലും ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. ഇത് വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നില്ല. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ. ആ ഒരു നമ്മൾ പിടിച്ച ഒരു ഇതിൻ്റെ ആ ഒരു ടൈറ്റ്നെസ് അനുസരിച്ചാണ് ഇതിങ്ങനെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത സ്റ്റിച്ച് പഠിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ.